ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ഏറ്റവും ബഹുമാന്യരും ആദരണീയരുമായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹീതരെ, സമ്പന്നത എന്നൊരു മലയാള വാക്കുണ്ട്. സമ്പന്നത, സമ്പന്നർ എന്ന് നമ്മൾ ചിലരെ വിശേഷിപ്പിക്കാറുണ്ടല്ലോ. ഇംഗ്ലീഷിൽ റിച്ച് എന്ന് പറയും. റിച്ച് പീപ്പിൾ, റിച്ച് പീപ്പിൾ. സമ്പന്നർ എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താണ്? പണക്കാരൻ, കാശുള്ളവൻ, വലിയ സമ്പത്തുള്ളവൻ, സ്വത്തുള്ളവൻ. പണവുമായി സമ്പത്തുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് സമ്പന്നർ എന്ന് കേൾക്കുമ്പോൾ. എന്നാൽ സമ്പന്നർ എന്ന് പറയുന്നത് പണവുമായും സ്വത്തുമായും ബന്ധപ്പെട്ട് മാത്രമല്ല ഉപയോഗിക്കപ്പെടുന്നത്. സമ്പന്നത നമ്മുടെ ഗുണങ്ങളിൽ, നമ്മുടെ കഴിവുകളിൽ, നമ്മുടെ വേദികളിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ ഗുണം എന്ന് ഞാൻ പറഞ്ഞത് സ്നേഹമെടുക്കുക. സ്നേഹം പരിശുദ്ധാത്മദാനമാണെന്നും ഗുണമാണെന്നുമാണല്ലോ നമ്മൾ അറിയുന്നത്. സ്നേഹത്തെ സമ്പന്നതയോട് ചേർത്ത് പറയാറുണ്ട്. സമ്പന്നമായ സ്നേഹം എന്ന് പറയാറുണ്ട്. നമ്മുടെ ചില പ്രാർത്ഥനകളിൽ ദൈവത്തെ സംബോധന ചെയ്യുന്നത് സ്നേഹസമ്പന്നനായ ദൈവമേ എന്നാണ്, അല്ലേ? സ്നേഹസമ്പന്നനായ ദൈവമേ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൽ സമ്പന്നനായ ദൈവമേ എന്നാണ്. സ്നേഹം ആ പ്രാർത്ഥനയുടെ അവസാനം ഇങ്ങനെ തന്നെ പൂരിപ്പിക്കും നമ്മൾ: സ്നേഹത്തിൽ സമ്പന്നരാക്കി തീർക്കണമേ ഞങ്ങളെ സ്നേഹത്തിൽ സമ്പന്നരാക്കി തീർക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. അപ്പം സ്നേഹത്തിൽ സമ്പന്നതയുണ്ട്, നമ്മുടെ സ്വഭാവങ്ങളിലുണ്ട്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തീമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 18-ാം വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങൾ സൽപ്രവൃത്തികളിൽ സമ്പന്നരായിരിക്കുക. സൽപ്രവൃത്തികളിൽ സമ്പന്നരായിരിക്കുക. നിങ്ങളെ വാക്യം നോട്ട് ചെയ്തോ, നോക്കിക്കോ. സൽപ്രവൃത്തികൾ, ഗുണവിശേഷങ്ങൾ, അതിന് സമ്പന്നതയുണ്ട്. നമ്മൾ ചില വേദികൾ കണ്ടിട്ട് പറയാറില്ലേ? വേദി എന്ന് പറഞ്ഞാൽ വലിയ ആൾക്കാരൊക്കെ ഇരിക്കുന്ന വേദി, സമ്പന്നമായ വേദി എന്ന് പറയാറുണ്ട്. സദസ്സിനെ കുറിച്ചും പറയാറുണ്ട്. സമ്പന്നമായ സദസ്, പ്രൗഢഗംഭീരവും സമ്പന്നവുമായ വേദി, സദസ് എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ. അവിടെയും സമ്പന്നത ഉപയോഗിച്ചിട്ടുണ്ട്. ചിലരുടെ കഴിവുകൾ കണ്ടിട്ട്, ഇപ്പം സ്പോർട്സിലൊക്കെ അദ്ദേഹത്തിന് ആ സ്പോർട്സിൽ റിച്ചാണ്, അദ്ദേഹം ടാലൻസിൽ റിച്ചാണെന്ന് പറയാറുണ്ട്. ചിലരുടെ പാട്ടുകൾ കേട്ടിട്ട് ശബ്ദത്തിൽ സൗണ്ട് റിച്ചാണെന്ന് പറയും, റിച്ചാണെന്ന് പറയാറുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ പറയാൻ വന്നത്, ഈ സമ്പന്നർ എന്ന വാക്ക് കേൾക്കുമ്പോൾ പണവുമായും ആസ്തിയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല സമ്പന്നത ഉപയോഗിക്കുന്നതെന്ന് പറയാനും തെളിയിക്കാനും വേണ്ടിയുള്ള ശ്രമമാണ് ഞാൻ നടത്തിയത്. ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പന്നനാകുന്നത് എന്തുകൊണ്ടാകണം? അതാണ് ചോദ്യം. ആ ചോദ്യത്തിലേക്ക് വരാനാണ് ഇത്ര ഞാൻ പറഞ്ഞു വന്നത്. ഒരു പിതാവ്, ഒരു മാതാവ്, അത് പറയുമ്പോൾ മനസ്സിലാകും, ഉത്തരം കിട്ടുമല്ലോ. സമ്പന്നനാകുന്നത് ഏത് ഗുണങ്ങൾ കൊണ്ട്, വിശേഷതകൾ കൊണ്ട്, സ്വഭാവം കൊണ്ട്, ടാലൻസ് കൊണ്ടായിരിക്കണം? ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. പിതാവെന്നും മാതാവെന്നും പറഞ്ഞ സ്ഥിതിക്ക് ഉത്തരം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഒരു പിതാവ്, ഒരു മാതാവ് സമ്പന്നനാകുന്നത്, ആകേണ്ടത്
അവരുടെ മക്കളെ കുറിച്ചായിരിക്കണം, മക്കളെ കൊണ്ടാകണം. പണത്തിലല്ല, പണം മാത്രമല്ല. ഒരു മകൻ, ഒരു മകൾ ദൈവസ്നേഹത്തിൽ ജീവിക്കുന്നു എന്ന് അറിയുന്നതാണ്, അനുഭവിക്കുന്നതാണ് മാതാപിതാക്കളുടെ സമ്പന്നത. ഒരു പിതാവും മാതാവും സമ്പന്നരാകേണ്ടത് അവരുടെ മക്കൾ ദൈവസ്നേഹത്തിൽ, നീതിയിൽ, വിശുദ്ധിയിൽ ജീവിക്കുന്നു എന്ന് കാണുകയും കേൾക്കുകയും അറിയുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോഴാകണം. അതാണ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അതാണ് ഇന്നത്തെ പ്രസംഗത്തിൻ്റെ പ്രധാന കണ്ടന്റ്. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിലേക്കും ഏറ്റവും വലിയ സമ്പന്നരായ 2 അമ്മമാരെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഈ ലോകത്തിലേക്കും ഏറ്റവും സമ്പന്നരായ 2 മാതാക്കൾ. ഒന്ന് കന്യകമറിയാം. നമ്മൾ ഇന്ന് ആരുടെ പെരുന്നാൾ ആചരിക്കുന്നുവോ, ഈ ദേവാലയം ആരുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്നുവോ, ആ ഭാഗ്യവതിയും നിത്യകന്യകയും വിശുദ്ധിയും ദൈവമാതാവുമായ കന്യാമറിയാമിനെ കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത്തേത് ആരായിരിക്കും? എലിസബത്ത്. നിങ്ങൾക്കറിയാം, യോഹന്നാൻ സ്നാപകന്റെ അമ്മ. ഈ 2 മഹിളകൾ, മഹിളാരത്നങ്ങൾ, മാണിക്യങ്ങൾ കണ്ടുമുട്ടുന്ന ഈ ലോകത്തിലേക്കും ഏറ്റവും വലിയ ഒരു സംഗമത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത്. ഇന്നത്തെ വിശുദ്ധ ഏവങ്കേലിയൻ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഈ ലോകത്തിലേക്കും ഏറ്റവും സമ്പന്നരായ 2 സ്ത്രീകൾ, മാണിക്യരത്നങ്ങൾ സംഗമിക്കുന്ന സംഗമത്തെക്കുറിച്ചാണ് നമ്മൾ വായിച്ചു കേട്ടത്. പുതിയ വായനയൊന്നും അല്ലല്ലോ, നമ്മൾ സ്ഥിരമായി വായിക്കുന്നതാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 39 മുതലുള്ള വാക്യങ്ങൾ. മറിയാമിനോട് മാലാഖ പറയുന്നു, നീ ഒരു മകനെ പ്രസവിക്കും. അതോടൊപ്പം ചേർത്ത് പറയുകയാണ്, എൻ്റെ ചാർച്ചക്കാരത്തി 6 മാസം ഒരു മകനെ ഉദരത്തിൽ വഹിക്കുന്നു. ഇതറിഞ്ഞിട്ട് മറിയാം ബന്ധപ്പെട്ട്, ഈ എഡിഷനകത്ത് ഉത്സാഹത്തോടെ, നമ്മൾ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ബൈബിൾ വായിക്കുകയാണെങ്കിൽ ബന്ധപ്പെട്ടെന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു. ഇന്ന് ഏവങ്കേലിയൻ വായിച്ചപ്പോൾ ഏവങ്കേലിയൻ തർജ്ജമയ്ക്ക് അത് എഴുതിയിരിക്കുന്നത് ഉത്സാഹത്തോടെ ബന്ധപ്പെട്ട് മലനാട്ടിൽ പോയി എലിസബത്തിനെ കണ്ടു. അവിടെ നടന്ന സംഭവങ്ങൾ നമുക്കറിയാം. ഈ 2 മാതാക്കൾ ലോകത്തിലേക്കും ഏറ്റവും വലിയ സമ്പന്നരാണെന്ന് പറയാൻ കാരണം അവരുടെ മക്കളെ കൊണ്ടാണ്. മക്കൾ പണം കൊണ്ടാണോ അമ്മമാർക്ക് സമ്പന്നത വാങ്ങിച്ചു കൊടുത്തത്? മക്കളുടെ കാശ്, സ്വത്ത്, പ്രോപ്പർട്ടി, ആസ്തിയുടെ സ്വാധീനം കൊണ്ടാണോ അമ്മമാര് സമ്പന്നരായത്? അല്ല. അവരാണ് ഈ ലോകത്തിലേക്ക് ഏറ്റവും സവിശേഷതയുള്ള പൂർണ്ണ മനുഷ്യർ. സവിശേഷതകളുടെ പൂർണ്ണത കൊണ്ട് നിറയപ്പെട്ട മനുഷ്യരായിരുന്നു യേശുക്രിസ്തുവും യോഹന്നാൻ സ്നാപകനും. ഞാൻ വിശദീകരിക്കേണ്ടല്ലോ. അവരുടെ മാതാക്കളാണ് മറിയാമും എലിസബത്തും. അതിൽ മറിയാമിൻ്റെ പെരുന്നാളാണ് നമ്മൾ ആചരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് അവർക്ക് ആ മക്കളെ കിട്ടിയതെന്നുള്ളതാണ് പ്രാധാന്യം. എങ്ങനെയാണ് മറിയാമിന് യേശുവിനെയും എലിസബത്തിന് യോഹന്നാൻ സ്നാപകനെ ലഭിച്ചത്? അത് കണ്ടെത്തിയാൽ മതി. അവരെങ്ങനെ സമ്പന്നരായെന്നറിയാം. മക്കൾ സമ്പന്നരാകണമെങ്കിൽ മാതാക്കളും സമ്പന്നരായിരിക്കണം, ഇല്ലേ? മാതാക്കൾ സമ്പന്നരായത് കൊണ്ടാണ് മക്കൾ സമ്പന്നരായത്. നമ്മൾ തിരിച്ചാണ് പറയുന്നതെങ്കിലും മക്കൾ സമ്പന്നരായത് കൊണ്ട് മാതാക്കൾ സമ്പന്നരാകുന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അതാണോ ശരി? മാതാപിതാക്കൾ സമ്പന്നരാണെങ്കിൽ മക്കൾ സമ്പന്നരായിരിക്കും. പണത്തിലല്ല, കാശിലല്ല. പണം കൊണ്ടും ആസ്തി കൊണ്ടും സമ്പന്നരാണെങ്കിലും മക്കളെ നഷ്ടപ്പെട്ടു പോയെങ്കിൽ അവർ സമ്പന്നരല്ല മാതാപിതാക്കൾ. ആ സ്റ്റേറ്റ്മെന്റ് കൂടെ ഓർത്തിരുന്നോണം. വലിയ കാശും വലിയ ആഡംബരവും വലിയ സ്വാധീനവും വലിയ പണവും വലിയ കുടുംബവും വലിയ വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടെങ്കിലും മക്കൾ നഷ്ടപ്പെട്ടു പോയി, മക്കളെ കുറിച്ച് ഒന്നും പറയാനും ചിന്തിക്കാനും അനുഭവിക്കാനും ഇല്ലെങ്കിൽ ആ മാതാപിതാക്കൾ
സമ്പന്നരെന്ന പദവിക്ക് യോഗ്യരല്ല, അവർ പണക്കാരാണെന്ന് പറയാൻ യോഗ്യതയില്ല. മക്കൾ നന്മയിൽ, സത്യത്തിൽ, ദൈവസ്നേഹത്തിൽ ജീവിക്കുന്നുവെന്ന് അറിയുന്നതാണ് മാതാപിതാക്കളുടെ സമ്പന്നത. എങ്ങനെയെങ്കിൽ ഈ രണ്ട് മാതാക്കളും സമ്പന്നരായതുകൊണ്ട് മക്കളും സമ്പന്നരായി. ഈ മാതാക്കൾ എങ്ങനെയാ സമ്പന്നരായത്? എത്രയോ ഗുണവിശേഷങ്ങൾ അവരെക്കുറിച്ച് പറയാനുണ്ടില്ലേ? ഇവിടെ പ്രാർത്ഥനയെക്കുറിച്ച് പറയാം, വളരെ വിശാലമായി പറയാം. രണ്ടുപേരുടെയും പ്രാർത്ഥനാ സമയത്താണ് ഈ വലിയ അത്ഭുതങ്ങളുടെ അരുളപ്പാടുണ്ടായതല്ലേ? പ്രാർത്ഥിപ്പാൻ ദൈവത്തിൻ മുമ്പിൽ മറിയാം നിന്നിടുന്നേരത്ത് അഗ്നിജ്വാല ആവൃതനാം ദൂതൻ. നമ്മുടെ പിതാക്കന്മാർ അങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്, നമ്മൾ പാടുന്നത്, നമ്മൾ വിശ്വസിക്കുന്നത്. പ്രാർത്ഥിപ്പാൻ ദൈവത്തിൻ മുമ്പിൽ മറിയാം നിന്നിടുന്നേരത്ത് അഗ്നിജ്വാല ആവൃതനാം ദൂതൻ. ആ പാട്ട് നമുക്ക് പരിചിതമാണ്. ഇന്ന് രാവിലെ നമ്മൾ പാടി. എലിസബേത്തായ കൊച്ചമ്മ ഭർത്താവായ സക്കറിയാ പുരോഹിതൻ ധൂപം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ, വിശുദ്ധ മദ്ബഹായിൽ പ്രാർത്ഥിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഭാര്യയായ എലിസബേത്ത് പള്ളിക്കകത്ത് ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലേ? ആണ്. ഭർത്താവ് പ്രാർത്ഥിക്കുന്ന ആളാണെങ്കിൽ ഭാര്യയും പ്രാർത്ഥിക്കുന്ന ആളായിരിക്കും. നമ്മളെ തന്നെ നോക്കിയാൽ മതി. ഭർത്താവ് പ്രാർത്ഥിക്കുന്ന ആളാണെങ്കിൽ ഭാര്യയും പ്രാർത്ഥിക്കുന്ന ആളായിരിക്കും. തിരിച്ചും ഭാര്യ പ്രാർത്ഥിക്കുന്ന ആളാണെങ്കിൽ ഭർത്താവും പ്രാർത്ഥിക്കുന്ന ആളായിരിക്കും. സക്കറിയാ പുരോഹിതൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു, പുരോഹിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ കർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വലിയ അരുളപ്പാട് ലഭിക്കുന്നത്. എലിസബേത്ത് വീട്ടിലിരുന്ന് കറിക്കരിയുകയല്ലായിരുന്നു, ദേവാലയത്തിനുള്ളിൽ പ്രാർത്ഥിച്ച് കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പൗരോഹിത്യ ശുശ്രൂഷയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കൊച്ചമ്മ, അമ്മായി. അതുകൊണ്ട് പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് പറയാം, അവിടെ താഴ്മയെക്കുറിച്ച് പറയാം, ഇല്ലേ? രണ്ടുപേരുടെയും താഴ്മ ജീവിതം ആരുടെയൊക്കെയാ? മറിയാമിൻ്റെ എലിസബത്തിൻ്റെയും. അത് മക്കളിലേക്ക് പകർന്നു എന്ന് പറയാമെന്നല്ല, ശരിയാണല്ലോ. മറ്റുള്ളവരെ സ്നേഹിക്കാൻ, സപ്പോർട്ട് ചെയ്യാൻ, പ്രോത്സാഹിപ്പിക്കാൻ അമ്മമാരുടെ താല്പര്യം, അതാണ് ഇന്നത്തെ വേദഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നത്. മറ്റുള്ളവരുടെ നന്മ കണ്ടിട്ട്, ഉയർച്ച കണ്ടിട്ട്, അവരുടെ സന്തോഷം കണ്ടിട്ട് അവരുടെ സന്തോഷത്തിൽ പങ്കെടുക്കുവാൻ ഇവർ കാണിക്കുന്ന ആ വ്യഗ്രതയുണ്ടല്ലോ, അത് മക്കളിലേക്ക് പകർന്നിരുന്നു. അത് യേശുവിലും ഉണ്ടായിരുന്നു, യോഹന്നാനിലും ഉണ്ടായിരുന്നു. എത്രയോ ഉദാഹരണം പറയാനുണ്ട്. മറിയാമിനോട് മാലാഖ പറഞ്ഞു, നിന്റെ ചാർച്ചക്കാരത്തി 6 മാസം ഗർഭിണിയാണ് എന്ന്. മറിയാം വീട്ടിലിരുന്ന് ഒരു ആശംസാ കത്ത് അയക്കുകയല്ല ചെയ്തത്, വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കുകയല്ല ചെയ്തത്. ചോദിക്കരുത്, അന്ന് വാട്സാപ്പ് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കരുത്. സോഷ്യൽ മീഡിയയിലൂടെ ആശംസകൾ, എലിസബത്ത് കൊച്ചമ്മേ, അനുഗ്രഹ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു, കൺഗ്രാജുലേഷൻസ് കൊച്ചമ്മേ എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ച് പൂർത്തിയാക്കുകയല്ലായിരുന്നു മറിയാം ചെയ്തത്. മറിയാം 3 ദിവസത്തെ യാത്ര പൂർത്തിയാക്കി ബന്ധപ്പെട്ട് അവിടെ ചെന്ന് എലിസബത്തിന്റെ കൂടെ താമസിച്ച് യോഹന്നാൻ ജനിച്ചത് കണ്ടിട്ടും അറിഞ്ഞിട്ടും സന്തോഷിച്ചിട്ടുമാണ് മടങ്ങിപ്പോകുന്നത്. മറ്റുള്ളവരുടെ നന്മ കണ്ടാൽ, സന്തോഷം കേട്ടാൽ, അവരുടെ ഉയർച്ചയെ ശ്രദ്ധിച്ചാൽ അതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള മനസ്സ് മറിയാമിനും എലിസബത്തിനും ഉണ്ടായിരുന്നു. മറിയാം എലിസബത്തിന്റെ ഭവനത്തിൽ വന്നപ്പോൾ എലിസബത്ത് എന്തുവാ ചെയ്തത്? അയ്യോ, വലിയ ആഗ്രഹത്തോടെ, വലിയ ആവേശത്തോടെ ആശ്ലേഷണം ചെയ്തു. മറിയാമിൻ്റെ വന്ദന സ്വരം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഗർഭത്തിൽ പ്രജ തുള്ളിച്ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു പറയുകയാണ്, എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുവാനുണ്ടായ മാനം, ഭാഗ്യം എനിക്ക് എങ്ങനെ ഉണ്ടായി? നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാണ്, നിന്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെട്ടതാണ്, നീ ഈ ലോകത്തിലേക്കും ഏറ്റവും ഭാഗ്യവതിയാണ് എന്ന് ആര് പറയുക? എലിസബത്ത് പറയുകയാണ്. എലിസബത്തിന് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു, ഞാൻ എത്ര നാളായി പ്രാർത്ഥിക്കുന്നു, ഞാനൊരു അച്ഛൻ്റെ കൊച്ചമ്മയല്ലേ, ഭാര്യയല്ലേ, വിശുദ്ധ കുർബാനയും മറ്റ് ആരാധനകളും ഒക്കെ മുടങ്ങാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളല്ലേ, നീതിയിൽ ജീവിക്കുന്ന ആളല്ലേ, കർത്താവിൻ്റെ സകല കൽപ്പനകളും പ്രമാണിക്കുന്ന ആളല്ലേ, എന്നെക്കാട്ടിൽ ഉയർന്ന സ്ഥാനമാണോ ഈ കൊച്ചിന് കൊടുത്തിരിക്കുന്നത്? ഇല്ലേ? മറിയാം കൊച്ചാണ്, ബാലികയാണെന്ന് പറയുന്നുണ്ടല്ലോ. എലിസബത്ത് ഇത്രയും പ്രായം ചെന്ന ആളാണല്ലോ. എലിസബത്തിന് കിട്ടാത്ത ഭാഗ്യം, സൗഭാഗ്യം കൊച്ചായ മറിയാമിന് കൊടുത്തു എന്ന് വേണമെങ്കിൽ എലിസബത്തിന് ചിന്തിക്കാമായിരുന്നു. എലിസബത്ത് അങ്ങനെയല്ല ചിന്തിച്ചത്. എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുവാനുണ്ടായ ഈ വലിയ മാനം, ഭാഗ്യം എനിക്ക് എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞ് അവളെ
വലിയ സന്തോഷത്തോടെ അത്യുത്സാഹത്തോടെ സ്വീകരിച്ച് തൻ്റെ വീട്ടിൽ പാർപ്പിക്കുകയാണ് ചെയ്തത്. മറിയാം എലിസബത്തിനെ ശുശ്രൂഷിച്ചു. അവസാന 3 മാസക്കാലം, 6 മാസം പൂർത്തിയായിട്ടാണ് മറിയാം ചെല്ലുന്നത്. അവസാനത്തെ 3 മാസം എലിസബത്തിനെ ശുശ്രൂഷിച്ചിട്ട് യോഹന്നാന്റെ ജനനം അറിഞ്ഞിട്ടാണ് മടങ്ങിപ്പോയത്. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ സമ്പന്നരാകണമെങ്കിൽ അവരുടെ ക്വാളിറ്റി ശ്രദ്ധിക്കപ്പെടണം. അവർ പ്രാർത്ഥിക്കുന്നവരാകണം, അവർ വിനയമുള്ളവരായിരിക്കണം, അവർ സമൂഹത്തിലുള്ള നന്മകളെ കണ്ടിട്ട് അത് നന്മയാണെന്ന് പറഞ്ഞ് അവരെ സന്തോഷത്തിൽ പങ്കെടുക്കുന്നവരായിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്താ? അസൂയയും ഈഗോയും ഒന്നും പാടില്ലെന്നാണ് എൻ്റെ അർത്ഥം. മറിയാമിന് എലിസബത്തിന് അതില്ലായിരുന്നു. അത് മക്കളിലേക്ക് പകർന്നു, അത് യേശുവിലേക്കും അത് യോഹന്നാനിലേക്കും പകർന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, അവനോ വളരണം, ഞാനോ കുറയണം. അമ്മയുടെ ക്വാളിറ്റിയാണ് യോഹന്നാൻ പറയുന്നത്. അമ്മയുടെ സമ്പന്നമായ ക്വാളിറ്റിയാണ് യോഹന്നാൻ പറയുന്നത്. അവനോ വളരണം, ഞാനോ കുറയണം. അമ്മമാരുടെ ക്വാളിറ്റി മക്കളിലേക്ക് വ്യാപിക്കും, വ്യാപരിക്കും. അപ്പന്മാരുടെ ക്വാളിറ്റി മക്കളിലേക്ക് വ്യാപരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ സമ്പന്നരാണോ? എൻ്റെ ചോദ്യം അതാണ്. എങ്ങനെ സമ്പന്നർ? കാശ് കൂട്ടി വെച്ച് ഇഷ്ടം പോലെ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്ന് പറയുന്നതല്ല. മക്കളെ ഉയർന്ന സ്ഥാനത്തേക്ക് പഠിപ്പിച്ച് വിദേശത്തേക്ക് വിട്ടത് കൊണ്ടായില്ല. നിങ്ങളുടെ മക്കൾ നിങ്ങളെ നോക്കുന്നുണ്ടോ, ശുശ്രൂഷിക്കുന്നുണ്ടോ, പരിചരിക്കുന്നുണ്ടോ? നിങ്ങളുടെ നന്മയിൽ അവർ സന്തോഷിക്കുന്നുണ്ടോ? അയൽപക്കക്കാരുടെ ഉയർച്ചയിൽ നമ്മൾ പ്രോത്സാഹനം കൊടുക്കുന്നവരാണോ? താഴ്മയോടെ ജീവിതത്തെ കാണുന്നവരാണോ? ദൈവസ്നേഹത്തിൽ ജീവിക്കുന്നുവെന്ന് എൻ്റെ മകനെക്കുറിച്ചും മകളെക്കുറിച്ചും ഞാൻ കേൾക്കുന്നെങ്കിൽ ഞാൻ സമ്പന്നനാണെന്നാണ് പറയേണ്ടത്. പണക്കാരനല്ല, സമ്പന്നനാണെന്നാണ് പറയേണ്ടത്. ആ സമ്പന്നതയാണ് നമ്മുടെ ജീവിതത്തിന് ആവശ്യം. മറിയാം ഈ പെരുന്നാളിൽ നമ്മളോട് സംസാരിക്കുന്നു, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സമ്പന്നരാകുവീൻ, പ്രാർത്ഥന ജീവിതമുള്ളവരായിരിപ്പീൻ, നിങ്ങൾ താഴ്മയുള്ളവരായിരിപ്പീൻ, മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കെടുക്കുന്നവരായിരിപ്പീൻ. അങ്ങനെ സമ്പന്നത നിങ്ങൾ നിലനിർത്തിയാൽ നിങ്ങളുടെ മക്കൾക്കും ആ സമ്പന്നത ഉണ്ടാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.